ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ ധനുഷിനെയും സ്നേഹയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അർച്ചനയും. അതേസമയം ഹാളിലേക്ക് നന്ദനും സച്ചിയും കൂടി വരികയാണ്. നീ എങ്ങോട്ടേക്ക് അകത്തേക്ക് കയറുന്നത്? നിനക്ക് മാത്രമാണെങ്കിൽ അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ നിനക്ക് പുറത്തേക്ക് തന്നെ പോകാമെന്ന് നന്ദൻ പറയുമ്പോൾ സച്ചി പറയുകയാണ്, നീയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്തു മുറിച്ച് കളഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഇനി വേണമെന്നില്ല. സച്ചി, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അവൾ വിവാഹം കഴിച്ചെന്ന് കരുതി നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, അതെന്തെങ്കിലും ആകട്ടെ ഏട്ടത്തി, എന്താണെങ്കിലും ഇവളിനി ഞങ്ങളുടെ ഒരു കാര്യത്തിലും തലയിടാൻ വരണ്ട. ഞങ്ങളും ഇവളുടെ ഒരു കാര്യത്തിനും അങ്ങോട്ടേക്ക് ചെല്ലുന്നുമില്ല. ഇത് കേൾക്കുന്ന സ്നേഹ ദേഷ്യത്തോട് പറയുകയാണ്, അല്ലെങ്കിലും ഞാനും ധനുഷും കൂടി ഇവിടെ താമസിക്കാൻ വന്നതാണെന്ന് സന്ദീപേട്ടനോട് ആരാ പറഞ്ഞത്? ഞങ്ങൾക്ക് അച്ഛൻ്റെ അനുഗ്രഹം മാത്രം മതിയെന്ന് പറഞ്ഞ് സേതുമാധവൻ്റെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം ധനുഷും സ്നേഹയും വീടിൻ്റെ പുറത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ തകർന്ന് താഴേക്ക് വീഴുകയാണ് സേതുമാധവൻ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. BP ലോ ആയതാണെന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ഈ കാര്യങ്ങൾ പുറത്തിരിക്കുന്ന എൻ്റെ മക്കളോടും കൂടി പറഞ്ഞേക്കാൻ സേതുമാധവൻ പറയുന്നു. ഡോക്ടർ, കൂട്ടത്തിൽ അർച്ചനയോട് കൂടി ഒന്ന് അകത്തേക്ക് വരാൻ പറയണമെന്ന് പറഞ്ഞ് സേതുമാധവൻ ഡോക്ടറിനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന ഡോക്ടർ പറഞ്ഞത് പ്രകാരം സേതുമാധവനെ കാണാനായി റൂമിൻ്റെ അകത്തേക്ക് കയറുന്നതാണ്. മോള് അച്ഛന് വേണ്ടി ഒരു സഹായം ചെയ്യണം. അച്ഛൻ്റെ അപേക്ഷയാണിത്. മോള് ധനുഷിനെയും സ്നേഹയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ ഒരിക്കലും തള്ളി പറയാനാകില്ല. മോള് എങ്ങനെയെങ്കിലും ഇത് നടത്തിത്തരണം. അവരോടൊക്കെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നും സേതുമാധവൻ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് സേതുമാധവന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അർച്ചന പറയുകയാണ്, അച്ഛൻ വിഷമിക്കാതിരിക്കെ. അച്ഛൻ നെല്ലിശ്ശേരിയിൽ എത്തുമ്പോഴേക്കും എന്താണെങ്കിലും ധനുഷും സ്നേഹയും അവിടെ ഉണ്ടാകും. മോളോട് ചിലപ്പോൾ സ്നേഹയ്ക്ക് അല്പം ഈർഷ്യയൊക്കെ ഉണ്ടാകും. മോളൊരു കാര്യം ചെയ്യ്, അവന്തികയും കൂടെ കൂട്ടിക്കൊള്ളാൻ സേതുമാധവൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും സ്നേഹയുമാണ്. മൂർത്തി അവർക്ക് രണ്ടുപേർക്കും ചായ കൊണ്ട് കൊടുക്കുകയാണ്. സ്നേഹയുടെ ഭാഗ്യമാ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് പോലും കിട്ടില്ലായിരുന്നെന്ന് മൂർത്തി പറയുന്നു. അതേസമയം ആരോ കതകിന് തട്ടുകയാണ്. മൂർത്തി എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോൾ വേണ്ടെന്നും ഞാൻ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ധനുഷ് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തു നിൽക്കുന്ന അവന്തികയും അർച്ചനയും കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. എന്താ, നിങ്ങൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വന്നതാണോ എന്ന് ധനുഷ് ചോദിക്കുന്നു. പ്രശ്നമുണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾ വരില്ലല്ലോ, ഞങ്ങളുടെ ഭർത്താക്കന്മാരല്ലേ വരികയുള്ളെന്ന് അർച്ചന പറയുന്നു. സ്നേഹ അവരെ ഞെട്ടലോടെ നോക്കുന്നത് കാണുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, നീ എന്താ സ്നേഹേ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ ഏട്ടത്തിമാരെ നീ എന്താ അകത്തേക്ക് വിളിക്കുന്നില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ എന്റെയും കൂടി ഏട്ടത്തിമാരല്ലേ, രണ്ട് ഏട്ടത്തിമാരും അകത്തേക്ക് വാ, ഞാൻ തന്നെ ക്ഷണിക്കാമെന്ന് ധനുഷ് പറയുന്നു. തുടർന്ന് വന്ന കാര്യം അർച്ചന അവരോട് പറയുകയാണ്. സേതുമാധവന് വയ്യാതായതും അവരെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞതുമൊക്കെ ധനുഷിനെ അപായപ്പെടുത്താനായിരിക്കും നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ ഇങ്ങനെ വിളിക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങൾ വരുന്നില്ലെന്ന് സ്നേഹ പറയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനായി കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അവന്തിക. ഇത് കാണുന്ന ധനുഷ് സ്നേഹയോട്, ഈ അവസ്ഥയിൽ നമ്മൾ ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ശരിയല്ലെന്നും നമുക്ക് ഇവരുടെ ഒപ്പം പോകാമെന്നും പറയുന്നു. തുടർന്ന് അർച്ചന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛനെ പോലെ തന്നെ ഏട്ടത്തിക്കും നിങ്ങൾ അവിടെ ഉണ്ടാകുന്നത് തന്നെയാ സന്തോഷം. നിങ്ങൾ എൻ്റെ കൺമുന്നിൽ തന്നെ ജീവിക്കണം. സ്വത്തുക്കളുടെ പ്രശ്നമെല്ലാം നടക്കുകയല്ലേ ഇപ്പോൾ, അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കൂടെ തന്നെ വേണം. ഏട്ടത്തിക്ക് എപ്പോഴും നിങ്ങളൊരു ശ്രദ്ധയുണ്ടാകുമെന്ന് പറഞ്ഞ് അവന്തിക പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അവന്തികയും അർച്ചനയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അർച്ചനെ ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ആരോടും ഒന്നും പറയാതെ താൻ എങ്ങോട്ടേക്കാ പോയതെന്ന് സച്ചി ചോദിക്കുമ്പോൾ കാറിന്റെ ബാക്കിലെ ഡോറ് തുറക്കുകയാണ് അർച്ചന. അതിൽ നിന്നും ഇറങ്ങി വരുന്ന സ്നേഹയും ധനുഷിനെയും കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സച്ചി. ഇവരാരും ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്കും ഞങ്ങൾക്കാർക്കും ഇഷ്ടമില്ലെന്ന് തനിക്ക് അറിയാവുന്നതല്ലേ, താൻ പിന്നെയും എന്തിനാ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് സച്ചി ദേഷ്യത്തോടെ ചോദിക്കുന്നു. അതേസമയം അവരെ കണ്ട് ദേഷ്യത്തോടെ ധനുഷിന് നേരെ പാഞ്ഞെടുക്കുകയാണ് സന്ദീപും നന്ദനും. പെട്ടെന്ന് തന്നെ അർച്ചന അവരെ തടയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.